ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകി കേന്ദ്രമന്ത്രിസഭ. കേന്ദ്ര ജീവനക്കാരുടെ ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കാനും തീരുമാനം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലഹരി വിരുദ്ധ പ്രചാരണത്തിന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എക്സാലോജിക് CMRL പണമിടപാടിൽ വിജിലൻസ് അന്വേഷണം നിഷേധിച്ചതിനെതിരായ പുനഃപരിശോധനാ ഹർജികൾ തള്ളി ഹൈക്കോടതി. മ്യാൻമറിൽ കനത്ത നാശനഷ്ടം വിതച്ച് വൻ ഭൂചലനം. 100ഓളം പേരെ കാണാനില്ല. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. 22,000 കോടി രൂപ ചെലവിൽ ഇലക്ട്രോണിക് കമ്പോണന്റ്സ് നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം ഇലക്ട്രോണിക് മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. आज कैबिनेट में माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने बहुत महत्वपूर्ण फैसले लिए हैं. हमारे नौजवानों के लिए बहुत सारी नई अपॉर्चुनिटीज बनाने का इलेक्ट्रॉनिक्स मैन्युफैक्चरिंग के सेक्टर में. इलेक्ट्रॉनिक्स मैन्युफैक्चरिंग में पिछले 10 वर्षों में ऐतिहासिक ग्रोथ हुई है. इसको और ज्यादा एम्फेसाइज करने के लिए आज एक ऐतिहासिक फैसला लिया गया है. कंप्लीट इलेक्ट्रॉनिक्स की मैन्युफैक्चरिंग वैल्यू चेन में ये 22,919 करोड़ का पूरा पैकेज है. ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം രാസവളങ്ങൾക്ക് 2025ലെ ഖാരിഫ് സീസണിലേക്കുള്ള പോഷകാധിഷ്ഠിത സബ്സിഡിയും മന്ത്രിസഭ അംഗീകരിച്ചു. കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2% ക്ഷാമബത്ത അനുവദിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമുദ്രങ്ങളിലൂടെയുള്ള ചരക്ക് കൈമാറ്റം സംബന്ധിച്ച ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. സമുദ്രമാർഗ്ഗമുള്ള ഇന്ത്യയുടെ വ്യാപാരം ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ ബിൽ ലക്ഷ്യമിടുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സഭയിൽ പറഞ്ഞു. ചരക്ക് നീക്കത്തിൽ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പുവരുത്താനും ഇതിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ തുറമുഖങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന ഇന്ത്യൻ പോർട്സ് ബില്ലും ശ്രീ സോനോവാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. സ്വകാര്യ ബില്ലുകളാണ് രാജ്യസഭ ഇന്ന് പരിഗണിച്ചത്. ലഹരി വിരുദ്ധ ക്യാമ്പയിന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ നല്ല നിലയിൽ ഉപയോഗിക്കാനാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള സ്കൂൾതല പരിശീലകരായി പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സേവനം അതത് സ്ഥലത്ത് ലഭ്യമാക്കണം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ശക്തിപ്പെടുത്തുന്നതിന് കർമ്മപദ്ധതി വികസിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തീരദേശ പിന്നോക്ക മേഖലകളിലെ സ്കൂളുകൾക്ക് പദ്ധതിയിൽ മുൻഗണന നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRLുമായുള്ള പണമിടപാടിൽ വിജിലൻസ് അന്വേഷണം നിഷേധിച്ചതിനെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ ഹൈക്കോടതി തള്ളി. മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജികളാണ് ജസ്റ്റിസ് കെ ബാബു തള്ളിയത്. വിജിലൻസ് അന്വേഷണം നിരസിച്ച തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഉത്തരവിനെതിരെയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ചെയ്യാത്ത ജോലിക്ക് CMRL എക്സാലോജിക്കിന് 1,72,00,000 രൂപ നൽകി എന്നാണ് കേന്ദ്ര ഏജൻസിയായ SFIOയുടെ കണ്ടെത്തൽ. ഇത് അഴിമതിപ്പണം ആണെന്ന ആരോപണത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. വിധിയിൽ നിരാശയില്ലെന്നും പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്നിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ നടക്കുന്ന 1ാം വർഷ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് പരീക്ഷയുടെ സമയക്രമം പുനഃക്രമീകരിച്ചു. രാവിലെ 9:30 മുതൽ 12:15 വരെയായാണ് സമയം പുനർനിശ്ചയിച്ചിരിക്കുന്നത്. ജനങ്ങൾക്കും ട്രഷറി പ്രവർത്തനത്തിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 26ാം തീയതി വരെ നൽകിയ ബില്ലുകൾ യഥാസമയം മാറുമെന്നും മന്ത്രി കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിനോട് കേന്ദ്രത്തിന്റെ വിവേചനം കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും കേരളത്തിനോട് വിവേചനമില്ലെന്ന കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. മ്യാൻമറിൽ കനത്ത നാശനഷ്ടം വിതച്ച് വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7ഉം 6.4 തീവ്രത രേഖപ്പെടുത്തിയ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ ഒട്ടേറെ കെട്ടിടങ്ങളും റോഡുകളും തകർന്നു.
നിരവധി പേർ മരിച്ചതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ. മ്യാൻമറിലെ 6 മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 100ഓളം പേരെ കാണാനില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഭൂകമ്പത്തിൽ മണ്ടാലെയിലെ പ്രശസ്തമായ അവ പാലം നദിയിലേക്ക് തകർന്നു വീണു. ഭൂചലനത്തിന്റെ പ്രകമ്പനത്തിൽ തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിലും നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി. ബഹുനില കെട്ടിടം തകർന്നു വീണത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. ഭൂകമ്പത്തെ നേരിടുന്നതിന് ഇന്ത്യ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യക്കാർ അപകടത്തിൽപ്പെട്ടതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 120ാം പതിപ്പാണ് ഇത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കഴക്കൂട്ടം സൈനിക സ്കൂൾ സന്ദർശിച്ചു. ഗവർണറായി ചുമതല എടുത്തതിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് ഇത്. സ്കൂളിൽ എത്തിയ ഗവർണറെ പ്രിൻസിപ്പൽ കേണൽ ധീരേന്ദ്രകുമാർ സ്വീകരിച്ചു. സ്കൂൾ കേഡറ്റുകൾ ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് ബിജെപി അംഗങ്ങൾ പ്രവർത്തിക്കണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. പാർട്ടി പ്രവർത്തകർക്ക് ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം നടത്തുന്നതിന് എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുമെന്നും ബിജെപി ജനറൽ സെക്രട്ടറി പി സുധീർ പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ കോർ കമ്മിറ്റി യോഗമാണ് ഇന്ന് ചേർന്നത്. റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിൽ ഖുർആൻ പാരായണത്തിൽ മുഴുകി നിറഞ്ഞ പ്രാർത്ഥനയോടെ വിശ്വാസികൾ. 27ാം രാവിന്റെ പൂർണ്ണതയ്ക്ക് പിന്നാലെയാണ് നോമ്പിലെ അവസാന വെള്ളിയിലേക്ക് വിശ്വാസികൾ പ്രവേശിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. റംസാൻ മാസത്തിലെ അവസാന വെള്ളിയായ ഇന്നത്തെ ജുമാ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികളാണ് പങ്കാളിയായത്. കടലുണ്ടി കോർണിഷ് മസ്ജിദിൽ ഭിന്നശേഷി പണ്ഡിതനും അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സര ജേതാവുമായ ഷബീർ അലി അദനിയാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത്. ഇന്ന് രാത്രി കോർണിഷിൽ വെച്ച് നടക്കുന്ന 29ാം ആത്മീയ സമ്മേളനത്തിൽ ഗാസി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി നേതൃത്വം നൽകും. വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കൃത്യസമയത്ത് നൽകുന്ന തത്സമയ വിവരശേഖരണ സംവിധാനം സ്ഥാപിക്കുന്നതിനുവേണ്ടി 1 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. പ്രളയ സാധ്യത കൂടിയ 8 ജില്ലകളിലെ 11 സ്ഥലങ്ങളിലാകും സംവിധാനം ഒരുക്കുക. കേരളത്തിൽ 2018-2019 വർഷങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ വെള്ളപ്പൊക്കങ്ങളാണ് ഇത്തരമൊരു സംവിധാനത്തിന്റെ ആവശ്യകത അനിവാര്യമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമായ കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനടയിലെ മലക്കുട മഹോത്സവം നാടിന് ആവേശമായി. വെൺകുളം ഏലായിൽ അണിനിരന്ന കെട്ടുകാഴ്ചകൾ കാണികളുടെ മനം കവർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. നാട്ടുവഴികളും കൈത്തോടുകളും താണ്ടിയെത്തിയ കെട്ടുകാഴ്ചകൾ വെൺകുളമേലയിൽ നിരന്നു. ഇടയ്ക്കാട് കരയുടെ കൂറ്റൻ എടുപ്പുകാളയും എടുപ്പുകുതിരകളും 200ഓളം നേർച്ചക്കാളകളും കെട്ടുകാഴ്ചയുടെ ഭാഗമായി. യുദ്ധം ജയിച്ചെത്തുന്ന കൌരവപ്രധാനിയായ ദുര്യോധനനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് ഉത്സവ കാഴ്ചകളുടെ പിന്നിലെ ഐതിഹ്യം. കന്യാകുമാരി ജില്ലയിലെ പ്രശസ്തമായ കൊല്ലങ്കോട് ദേവീക്ഷേത്രത്തിലെ തൂക്കനേർച്ച ഏപ്രിൽ 1 നടക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ സമാപന ദിവസമാണ് ചരിത്രപ്രസിദ്ധമായ തൂക്കനേർച്ചയും കുരുതി തർപ്പണവും നടക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. രാത്രി 7:30 നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ ബംഗളൂരു മുംബൈ സിറ്റിയെ നേരിടും. അടുത്ത മാസം 12 ഫൈനൽ മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 191 പോയിന്റ് നഷ്ടത്തിൽ 77,414ലും നിഫ്റ്റി 72 പോയിന്റ് താഴ്ന്ന് 23,519ലും വ്യാപാരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളിലേക്കുള്ള നിയമനങ്ങൾക്കുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ സോഫ്റ്റ്വെയർ മന്ത്രി VN വാസവൻ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ 400 ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനുള്ള നടപടികൾക്ക് പുതിയ സോഫ്റ്റ്വെയർ വഴി ഇന്ന് തന്നെ തുടക്കം കുറിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകി കേന്ദ്രമന്ത്രിസഭ. കേന്ദ്ര ജീവനക്കാരുടെ ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കാനും തീരുമാനം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലഹരി വിരുദ്ധ പ്രചാരണത്തിന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എക്സാലോജിക് CMRL പണമിടപാടിൽ വിജിലൻസ് അന്വേഷണം നിഷേധിച്ചതിനെതിരായ പുനഃപരിശോധനാ ഹർജികൾ തള്ളി ഹൈക്കോടതി. മ്യാൻമറിൽ കനത്ത നാശനഷ്ടം വിതച്ച് വൻ ഭൂചലനം. 100ഓളം പേരെ കാണാനില്ല. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.